എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പോലീസുകാർക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത ഒരു വമ്പൻ കൊലക്കേസ്, ഒരു പോൺ സ്റ്റാറിൻ്റെ കൊലക്കേസ്. ഇത് അന്വേഷിക്കാനെത്തുന്ന രണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. പക്ഷേ ഈ കേസിനാണെങ്കിൽ ഒരു വമ്പൻ പ്രത്യേകതയുണ്ട്. ഇതിലിപ്പോൾ ഈ മരിച്ചു എന്ന് പറയുന്ന പോൺ സ്റ്റാർ ഉണ്ടല്ലോ, ആ മരിച്ചു എന്ന് പറയുന്ന ഡേറ്റിൻ്റെ 2 ദിവസത്തിന് ശേഷം അവരെ ജീവനോടെ കണ്ട ആൾക്കാരുണ്ട്. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങളായിട്ട് കണ്ടറിഞ്ഞോ. അത്യാവശ്യം ചിരിക്കാനും നല്ല ആക്ഷനും കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റൊക്കെയുള്ള ഒരു ഗംഭീര സിനിമ. ചുരുക്കി പറഞ്ഞ ഒരു പക്ക എൻ്റർടൈനർ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. അപ്പോൾ സിനിമയുടെ പേര് ദി നൈസ് ഗൈസ്. 1977 കാലിഫോർണിയ. ഒരു രാത്രി ഒരു അഴുക്ക ചെറുക്കൻ തൻ്റെ പേരൻസ് അറിയാണ്ട് നല്ല മാഗസീൻസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മിസ്റ്റി മൗണ്ടൻസ് എന്ന് പറയുന്ന പോൺ സ്റ്റാറിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു ആക്സിഡൻ്റ് ആണ് നടക്കുന്നത്. ഇതൊക്കെയുണ്ട് ആ ചെറുക്കനറിയണ്. അവൻ അതിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാറ് ഈ ചെറുക്കൻ്റെ വീട്ടിലോട്ട് അങ്ങ് കയറി ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അത്രയും മാരകമായിട്ടുള്ള ആക്സിഡൻ്റ് ആണ് നടന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ട് ചെറുക്കനാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്നാൽ ഞെട്ടലിൻ്റെ അളവ് കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കാറിനകത്തുള്ള സാക്ഷാൽ മിസ്റ്റി മൗണ്ടൻസ് എന്ന പോൺ സ്റ്റാറാണ്. അങ്ങനെ മിസ്റ്റി മരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 13 വയസ്സുള്ള പെൺകുട്ടീനെ കാണിക്കുന്നത്. അവൾക്കാണെങ്കിൽ അവളേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. പക്ഷേ ഈ ചെറുക്കനാണെങ്കിൽ കഞ്ചാവ് അവൻ വലിക്കുന്നത് കൂടാണ്ട് അവൾക്കും കൊടുക്കും. ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യാണ് ജാക്സൺ ഹീലി. പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ രക്ഷകനാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവനെ കണ്ട് പൈസ കൊടുത്താൽ മതി. അവൻ്റെ കരുത്ത് കൊണ്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കും. അങ്ങനെ ആ പെൺകുട്ടി പോയതിന് ശേഷം 11 കിട്ട് 4 കൊടുക്കുന്നു, പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിട്രോയിറ്റ് ഓട്ടോ മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്ന വലിയൊരു കാർ കമ്പനി കാണിക്കുന്നത്. അവർക്കെതിരെ ധാരാളം എലിഗേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പൊല്യൂഷൻ്റെ പേരിൽ സ്മോക്ക് ഡിവൈസും ഇവരും ചേർന്ന് പല ഗൂഢാലോചനകളും നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, വലിയൊരു ഓട്ടോ ഷോ ഇവർ പ്ലാൻ ചെയ്യുന്നു. ഈ സമയത്താണ് സിനിമയിലെ അടുത്ത കഥാപാത്രത്തിൻ്റെ എൻട്രി. ഈ കേസില്ല വക്കീൽ എന്നൊക്കെ പറയുന്നത് പോലെ കേസില്ലാത്ത ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ. അതാണ് മാർച്ച്. പുള്ളിക്കാരനാണെങ്കിൽ ഒരിക്കലും ഹാപ്പി ആവില്ല എന്ന് പച്ച കുത്തിയിട്ടാണ് നടക്കുന്നത്. പിന്നെ പോരാത്തിന് ഒടുക്കത്തെ കുടിയും. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധം എന്ന് പറയുന്ന സാധനം. ഇങ്ങേർക്കിനി അഥവാ കേസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരുമാതിരി വള്ളി കേസുകളാവും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നു. എന്നാൽ അതേ വീട്ടിലുണ്ട് ഭർത്താവിൻ്റെ ചിതാഭസ്മം. മനസ്സിലായില്ലേ? വള്ളിക്കെട്ട് കേസ് മാത്രമേ പുള്ളിക്കാരൻ്റെ പിന്നാലെ വരാറുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് അമീലിയ ജാക്സനെ കാണാൻ പോകുന്നത്. അവൾക്കൊരു പ്രശ്നമുണ്ട്. ആരൊക്കെയോ ചേർന്ന് അവളെ ഫോളോ ചെയ്യുന്നു. സോ അതൊതുക്കാൻ വേണ്ടിയിട്ടാണ് ജാക്സനെ കാണുന്നത്. എന്നെ 2 ടീം ഫോളോ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒരു ടീമിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നാൽ രണ്ടാമത്തെ ആളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എനിക്കാകെ പേടിയാവുന്നു എന്നും പറഞ്ഞ് അഡ്രസ്സും കൊടുക്കുന്നു, പൈസയും കൊടുക്കുന്നു. ഈ രണ്ടാമത്തെ ആൾ വേറെ ആരുമില്ല, മാർച്ചാണ്. പുള്ളിക്കാരൻ തലങ്ങും വിലങ്ങും അമീലിയനെ സെർച്ച് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഒരു ബാർ ലെവൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് കുടിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ റെസിപ്റ്റ് ചോദിക്കുന്നു. എന്നാൽ ബാർ ടെൻഡർ ആണെങ്കിൽ വമ്പൻ സീന്. സോ ആരും അറിയാണ്ട് അങ്ങേരുടെ വീട്ടിൽ പോകുന്നു, എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടി, പക്ഷെ തെളിവൊന്നുമില്ല. വീടിനകത്തോട്ട് കയറാൻ വേണ്ടി ജനാല തല്ലിപ്പൊളിച്ചതാ. പിന്നെ അവിടെ ചോരക്കളിയാണ്. പിന്നെ ആംബുലൻസായി, ഹോസ്പിറ്റലായി, ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ന്യൂസിൽ മൊത്തം ഡിട്രോയിറ്റ് ഓട്ടോ മാനുഫാക്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് മിസ്റ്റിയുടെ മരണത്തെക്കുറിച്ചും. അങ്ങനെ ജാക്സൺ അമീലിയനെ ഫോളോ ചെയ്യുന്നതിന് വാൺ ചെയ്യാനായിട്ട് മാർച്ചിൻ്റെ അടുത്തോട്ട് പോകുന്നു. മാർച്ചിനാണെങ്കിൽ ഇവൻ്റെ അത്ര കരുത്തൊന്നുമില്ല. ഞാനേ ഒരു മെസ്സേജ് തരാൻ വന്നതാ, മേലാൽ അമീലിയനെ ഫോളോ ചെയ്യരുത് എന്നും പറഞ്ഞ് 4 കൊടുക്കുന്നു. പറ, ആരാണ് നിന്നെ ഹയർ ചെയ്ത്? ഇത് കേട്ടേക്ക് അവൻ്റെ ക്ലയൻ്റായ ലില്ലീനെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പറഞ്ഞ ലില്ലി വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരെന്തിനാണ് അമീലിയനെ കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ അടിയും കൊടുത്ത് ജാക്സൺ പോവാനിരിക്കുമ്പോഴാണ് ഒരാവശ്യമില്ലാണ്ട് മാർച്ച് ഗണ്ണെടുക്കുന്നത്. എടുത്തതേ അങ്ങേർക്ക് ഓർമ്മയുള്ളൂ. ഗണ്ണെടുത്ത കൈ അങ്ങ് ഒടിക്കുകയാണ് ജാക്സൺ. വെറുതെ പോയവനെ വിളിച്ചു വരുത്തി പണി വാങ്ങിച്ചു. പിന്നെ മാർച്ചിന് ഇതൊക്കെ ഒരു പതിവാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ മാർച്ചിൻ്റെ വെയ്വ് എന്താന്ന്. അങ്ങനെ ജാക്സൺ പോകുന്നു. അപ്പോഴാണ് മാർച്ചിൻ്റെ മകൾ അങ്ങോട്ട് വരുന്നത്. അവളുടെ പേരാണ് ഹോളി. അവളെ കണ്ടപ്പോൾ തന്നെ ജാക്സന് ഒരു കാര്യം മനസ്സിലായി, തന്തയേക്കാൾ ബുദ്ധിയുണ്ട് മകൾക്ക് എന്നുള്ളത്. അങ്ങനെ ജാക്സൺ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. എന്നാൽ അങ്ങോട്ടതാ 2 പേര് വരുന്നു. അവരാണെങ്കിൽ ഗണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടതും അമീലിയനെ തന്നെ. നേരത്തെ അമീലിയ പറഞ്ഞത് 2 ടീം അവളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ്. അതിലെ രണ്ടാമത്തെ ടീമാണ് ഇവർ. ഇതേ സമയം മാർച്ച് അവൻ്റെ ക്ലയൻറ്റിനെ കാണാൻ പോകുന്നു, അതായത് ലില്ലിയെ. അപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നത്. സംഭവം വേറൊന്നുമില്ല, മരിച്ച പോൺ സ്റ്റാറായ മിസ്റ്റി മൗണ്ടൻസിൻ്റെ ആൻറ്റിയാണ് ലില്ലി. അവൾ പറയുന്നത് മിസ്റ്റി മരിച്ചിട്ടില്ല എന്നാണ്. കാരണം മിസ്റ്റിയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം അവളുടെ വീടിൻ്റെ ജനാല വഴി മിസ്റ്റിയെ ലില്ലി കണ്ടിട്ടുണ്ട്. ഒരു പിൻ സ്ട്രിപ്പ് ജാക്കറ്റാണ് മിസ്റ്റി ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. മിസ്റ്റി അറിയാത്തവരായിട്ട് ആരുമില്ല. സോ ബോഡി തിരിച്ചറിയുകയും ചെയ്തു.
പിന്നെ എങ്ങനെയാണ് മരിച്ച ഒരാൾ 2 ദിവസത്തിന് ശേഷം പിന്നെയും ജീവനോടെ വരുന്നത്? അവിടെയാണ് അമീലിയയുടെ റോള് വരുന്നത്. ലില്ലി മിസ്റ്റിയെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ആ പരിസരത്ത് അമീലിയ ഉണ്ടായിരുന്നു. അവളുടെ ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ ഏകദേശം മിസ്റ്റിയുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് ലില്ലി തെറ്റിദ്ധരിച്ചതാകാം എന്നാണ് മാർച്ച് പറയുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചതായിക്കോട്ടെ, പക്ഷെ മിസ്റ്റിയുടെ വീടിൻ്റെ പരിസരത്ത് എന്തിനാണ് അമീലിയ വരുന്നത്? അവൾക്ക് എന്തൊക്കെ അറിയാം, അവളെ കണ്ടുപിടിക്കുക. എന്നാൽ മാർച്ച് കേസിൽ നിന്ന് പിന്മാറാൻ നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ലില്ലി കുറച്ചുകൂടെ ക്യാഷ് ഓഫർ ചെയ്യുന്നത്. ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം ഊറ്റാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം മാർച്ച് അങ്ങ് ഊറ്റിയെടുക്കും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവൻ തയ്യാറാവുന്നു. ഇതിൻ്റെ ഇടയിൽ മറ്റേ ടീമാണെങ്കിൽ ജാക്സനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാക്സൺ അമീലിയ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. 4 അടിയിൽ പേടിക്കുന്നവനല്ല ജാക്സൺ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്നവന്മാരിലൊരുത്തൻ റൂം മൊത്തം സെർച്ച് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. തുറക്കണ്ടെന്നൊരു 100 പ്രാവശ്യം പറയാണ് ജാക്സൺ. എന്നാൽ തുറന്നു. അതിനകത്ത് പെയിൻ്റാണ്. ആ ബാഗ് തുറന്നു കഴിഞ്ഞാൽ ആ പെയിൻ്റ് അങ്ങ് മുഖത്തോട്ട് തൂറ്റും. ചുരുക്കി പറഞ്ഞ ഒരു ട്രാപ്പ് പോലെ. പിന്നെ പുള്ളിക്കാരൻ അങ്ങ് കൃഷ്ണനായിട്ട് മാറുന്നു. വായിലും കണ്ണിലൊക്കെ പെയിൻ്റായിട്ട് ഭ്രാന്ത് കയറുകയാണ് പുള്ളിക്കാരന്. ഈ സമയത്താണ് ജാക്സൺ നൈസായിട്ട് അവിടുത്തെ കറണ്ട് അങ്ങ് ഓണാക്കുന്നത്. ഇവൻ്റെ റൂമിനകത്തൊരു സെറ്റപ്പ് ഉണ്ട്. ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ മതി. TV, ഫാന്, ലൈറ്റ് എന്ന് വേണ്ട സകലമാന സാധനം ഓണാവും. ടെക്നോളജിയാ. ഏത് TV-യുടെ സൗണ്ട് കേട്ടേക്ക് ഇവരാണെങ്കിൽ പേടിച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. അതാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കാണ് കൊള്ളുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ജാക്സൺ നൈസായിട്ട് ഷോട്ട് ഗൺ എടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവർ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇങ്ങേർക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രം. അമീലിയനെ തപ്പിക്കൊണ്ടിരിക്കുന്ന 2 ടീംസാണ്. അതിലെ ഒരു ടീം അവളെ കൊല്ലാനാണ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലായി. പിന്നെയുള്ളത് മാർച്ചാണ്. അവനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്തൊക്കെ നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നതും. സോ അവനെപ്പോലെയുള്ളൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കൂടെ ഉണ്ടെങ്കിൽ അമീലിയനെ ഈസി ആയിട്ട് കണ്ടെത്താനും പറ്റും, സേഫ് ആക്കാനും പറ്റും. മാർച്ചാണെങ്കിൽ കൈയൊടിഞ്ഞ കാരണം പ്ലാസ്റ്റർ ഇട്ട് തൻ്റെ മകളുടെ കൂടെ ഷോപ്പിംഗ് മോളിലാണ്. പ്ലാസ്റ്ററിൻ്റെ മുകളിൽ താറാവിനെയൊക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങേര് ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് ജാക്സൺ അങ്ങ് കാണാൻ വരുന്നത്. മാർച്ച്, ഞാൻ നിന്നെ ഹെർട്ട് ചെയ്യാൻ വന്നതല്ല. അമീലിയനെ കൊല്ലാനായിട്ട് വേറൊരു ടീം നടക്കുന്നുണ്ട്. അവർക്ക് മുമ്പ് അമീലിയനെ നമുക്ക് കണ്ടെത്തണം. നേരത്തെ കൈയൊടിച്ച മനുഷ്യനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ പേടിച്ച് ഗണ്ണും കൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ജെട്ടിയിടാൻ മറന്നുപോയി. കയ്യിലൊരു മാഗസിനുള്ളത് വളരെ നന്നായി. ഇതിൻ്റെ ഇടയിൽ വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് നേരെ പാൻറ്റിലോട്ട് അങ്ങ് വീഴുന്നു. പിന്നെ അവിടെ ഇരുന്ന് മാർഗം കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ കണ്ടില്ലേ? അങ്ങനെ അവസാനം സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്നു. അങ്ങനെ ജാക്സൺ അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു അഡ്വാൻസ് കൊടുക്കുന്നു. സോ അഡ്വാൻസ് പൈസയും കിട്ടുന്നു, ലില്ലിയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടുന്നു. അങ്ങനെ അഡ്വാൻസ് ഇനിയും കൂടുതൽ കിട്ടാനായിട്ട് ബാക്കിയുള്ള കേസ് ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. മിസ്റ്റിയെക്കുറിച്ചും ലില്ലിയുടെ ബന്ധത്തെക്കുറിച്ചും അമീലിയ എങ്ങനെയാണ് ഈ കേസിലേക്ക് വന്നതെന്നുള്ളതിനെക്കുറിച്ചും അങ്ങനെ എല്ലാം പറയുന്നു. പക്ഷെ അങ്ങേരത്ത് കൊടുക്കാൻ ഇനി പൈസയൊന്നുമില്ല. അങ്ങനെ ഈ സമയത്താണ് ഹോളി വരുന്നത്. എടോ താനല്ലേ ഇന്നലെ എൻ്റെ അച്ഛനെ തല്ലിയത്? പൈസ കിട്ടിയാൽ താൻ ആരെയും തല്ലൂലേ? അതെ തല്ലും. എന്നെൻ്റെ ഫ്രണ്ടിനും തല്ലാൻ പറ്റുമോ? ക്യാഷ് എത്ര വേണേലും തരാം. ഇത് കേട്ടേക്ക് മിണ്ടാണ്ടിരിക്കുരിപ്പേന്നാണ് മാർച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്തയും കൊള്ളാം, മോളും കൊള്ളാം. അങ്ങനെ ഇവർ നേരെ പോകുന്നത് കഴിഞ്ഞ വർഷം മോട്ടോ ഷോ നടന്ന സ്ഥലത്തോട്ടാണ്. അങ്ങോട്ട് മിസ്റ്റി വന്നിട്ടുമുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന ഡിട്രോയിറ്റ് ഓട്ടോ ഷോക്കെതിരെ അമീലിയയുടെ ഗ്രൂപ്പ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. ഇവരുടെ ഒരു സമരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മരിച്ച പോലെ കിടക്കലാണ്. അതായത് പൊല്യൂഷൻ ബാധിച്ച് മരിച്ച പോലെ. മരിച്ച ആൾക്കാർ സംസാരിക്കത്തില്ലല്ലോ. ഏത്? സോ ഇവരാരും മിണ്ടുന്നില്ല. എന്നാൽ ആർക്കാണ് പൈസയുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തനങ്ങ് എണീറ്റേക്കുന്നു. അവൻ്റെ പേരാണ് ചെറ്റ്. ഈ ചെറ്റ് പറയുന്നതനുസരിച്ച് അമീലിയ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവളുടെ ബോയ് ഫ്രണ്ടാണ് അതിന് കാരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമീലിയയുടെ ബോയ് ഫ്രണ്ടായ ഡീനിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ആ വീടാണെങ്കിൽ കത്തി നശിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ചെറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പറഞ്ഞ ഡീന് മരിച്ചു, അതും ഈ തീപിടുത്തത്തിൽ. അവനൊരു ഫിലിം മേക്കറാണ്. എന്തോ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ഉണ്ടാക്കാനൊക്കെയാണ് പുള്ളിക്കാരൻ നടന്നിരുന്നത്. അവൻ വഴിയാണ് അമീലിയെ പരിചയം, അല്ലാണ്ട് നേരിട്ടുള്ള അറിവൊന്നുമില്ല. പിന്നെ ചെറ്റാണെങ്കിൽ ഒരു പ്രൊജക്ഷനിസ്റ്റാണ്, അതായത് ഈ സിനിമയുടെ പ്രൊജക്ടറിൻ്റെ ഓപ്പറേറ്റർ. അപ്പോഴാണ് ഇപ്പറഞ്ഞ ഡീനിൻ്റെ അയൽവാസി അതുവഴി അങ്ങ് പോകുന്നത്. അയൽവാസി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് കേട്ടാ. ഇവൻക്കാണെങ്കിൽ ഡീനിനെ കുറിച്ച് അങ്ങനെ ചുമ്മാ പറയാനൊന്നും പറ്റില്ല. പൈസ കൊടുത്താൽ പറയാനാണ് ചെറുക്കൻ പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നു, പറയുന്നു. അമീലിയനെ അവൻ കണ്ടിട്ടില്ല, എന്നാൽ മിസ്റ്റി മൗണ്ടൻസിനെ അവൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അവളെ മാത്രമല്ല, ഡീൻ ഉണ്ടാക്കാനിരുന്ന എക്സ്പെരിമെൻ്റൽ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറിനെയും ചെറുക്കൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടുവെന്ന് മാത്രമല്ല, സംസാരിച്ചിട്ടുമുണ്ട്. ഈ പ്രൊഡ്യൂസറിൻ്റെ പേരാണ് സിഡ്. അങ്ങനെ ഈ ചെറുക്കൻ പറയാണ്, പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചു എന്നേ. ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സിനിമയാണ്. ഞാനൊരു ചാൻസ് ചോദിച്ചു. എൻ്റെ സാമാനം ലവന്മാരെക്കാൾ വലുതാണ്. ഏത്? എടുക്കാൻ പോകുന്നതും അമ്മാതിരി സിനിമയാണല്ലോ. ഇതൊക്കെ കേട്ടേക്ക് ചെറുക്കനെ അവിടെ നിന്ന് ഓടിക്കുന്നു. കാരണം 2 അടി വലിപ്പേ ഉള്ളൂ, പക്ഷെ നാക്കിൻ്റെ നീളാണെങ്കിൽ പറയാണ്ടിരിക്കുകയാണ് നല്ലത്. സോ ഡീൻ, മിസ്റ്റി മൗണ്ടൻസ് 2 പേരാണ് മരിച്ചിരിക്കുന്നത്. അവർ തമ്മിലൊരു കണക്ഷനും ഉണ്ട്. പിന്നെ അവരെടുക്കാൻ പോകുന്ന ഫിലിമിൻ്റെ പേരാണ് എൻ്റെ കാർ എങ്ങനെയുണ്ട് ബിഗ് ബോയ്. ഇതാണ് പടത്തിൻ്റെ പേര്. ഇതൊക്കെ ആ ചെറുക്കൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടാ.
അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തൂല്ല. ഈ ചെറിയ ചെക്കൻ പറഞ്ഞതും കേട്ട് ഓടാൻ നിന്ന അതിനേ സമയം കാണൂ. എന്നാൽ അപ്പോഴാണ് വലിയൊരു ബോർഡ് കാണുന്നത്. പോൺ ഫിലിംസിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ സിഡിന്റെ വലിയൊരു ബോർഡ്. ചെറുക്കൻ പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ പേരും സിഡ് എന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞ ലെവൻ പറഞ്ഞതെല്ലാം സത്യമാവാനാണ് ചാൻസ്. അങ്ങനെ സിഡിന്റെ ഓഫീസിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് അമീലിയെക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ അവർ പറയാണ് സിഡിന്റെ ഓഫീസിൽ വലിയൊരു പാർട്ടിയാണ് നടക്കുന്നത്. അമീലി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് പുറത്തുപോയി. തിരിച്ചു വന്നാലുടൻ കോളാക്കാം. പക്ഷെ കോളിന് വേണ്ടിയിട്ടൊന്നും അവർ വെയിറ്റ് ആക്കുന്നില്ല. നേരെ പാർട്ടിയിലോട്ട് പോകാനാണ് പ്ലാൻ. എന്നാൽ അപ്പോഴാണ് ഹോളി വന്നിട്ട് വൻ സീനാക്കുന്നത്. അവൾക്ക് ഈ അച്ഛൻ്റെ കേസിലൊക്കെ ഇടപെടാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഗതി ഡേഞ്ചറാണ്. സോ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് തട്ടുന്നു. എന്നിട്ട് ഇവർ നേരെ പാർട്ടിക്ക് പോകുന്നു. എന്നാൽ ഈ കുരിപ്പാണെങ്കിൽ ഡിക്കിക്കകത്ത് തന്നെയുണ്ട്. അങ്ങനെ അതിനെയും പിടിച്ച് നേരെ ടാക്സിയിലേക്കാക്കി പാർട്ടിയിലോട്ട് കയറുന്നു. അതാണെങ്കിൽ ഒരു ഗംഭീര പാർട്ടിയാണ്. അവിടുന്ന് ഒരാളെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ സെർച്ചിങ് ആരംഭിച്ചു. അവിടെയാണെങ്കിൽ നല്ല കഞ്ചാവിൻ്റെ മണമുണ്ട്. പിന്നെ പോരാത്തതിന് മദ്യം. പക്ഷെ ഇതിൻ്റെ ഒന്നും സ്മെല്ല് ഒരിക്കലും മാർച്ചിന് കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങേർക്കൊരു പ്രശ്നമുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തലക്കൊരടിയേറ്റു. അതിനുശേഷം സ്മെല്ല് കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരങ്ങ് സ്പ്ലിറ്റ് ആവുന്നത്. മാർച്ചാണെങ്കിൽ കണ്ട സിഗരറ്റൊക്കെ വലിക്കുകയാണ്. പിന്നെ പോരാത്തതിന് മദ്യം. അറിയാലോ, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിളി പോയിട്ടാണ് മാർച്ച് കിടക്കുക. ഇതിൻ്റെ ഇടയിലാണ് ജാക്സൺ ഒരു റൂമിനകത്ത് കയറുന്നത്. എന്നാൽ അവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. പക്ഷെ അവിടെ കുറെ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഡീനിന്റെ ഫിലിമിലെ കോസ്റ്റ്യൂം കിട്ടുന്നത്. ചെറുക്കൻ പറഞ്ഞതുപോലെ പടത്തിന്റെ പേരത് തന്നെയാണ്. പിന്നെ പോരാത്തതിന് മിസ്റ്റിയുടെ പേരും സീൻ നമ്പർ 1 എന്നും എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് മിസ്റ്റി ധരിച്ച കോസ്റ്റ്യൂം ആണെന്നർത്ഥം. അതും സിഡ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന, അമീലിയുടെ ബോയ്ഫ്രണ്ട് ഡയറക്റ്റ് ചെയ്യാനിരുന്ന അതേ ഫിലിം. പിന്നെ ജാക്കറ്റ് ആണെങ്കിൽ ഒരു പിൻ സ്ട്രിപ്പ് ജാക്കറ്റാണ്. അതായത് ലില്ലി കണ്ടു എന്ന് പറയപ്പെടുന്ന അതേ സെയിം ജാക്കറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിം സൂക്ഷിക്കുന്ന മറ്റേ പെട്ടി ഉണ്ടല്ലോ അതങ്ങ് കാണുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിൽ മിസ്റ്റിയുടെ പേരും ഉണ്ട്. അങ്ങനെ അതങ്ങ് തുറന്നു നോക്കുന്നു. അതിനകത്താണെങ്കിൽ ഒരു പേപ്പറുണ്ട്. അതിൻ്റെ മുകളിലൊരു അഡ്രസ്സും. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. സിനിമയുടെ ഫസ്റ്റ് സീനിൽ അമീലിയ കൊടുക്കുന്ന അഡ്രസ്സ് അടങ്ങിയിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, അതേ എക്സാക്ട് സെയിം പാറ്റേണിലുള്ള പേപ്പറാണത്. അങ്ങനെ ആ പേപ്പർ അങ്ങ് എടുത്തു വെക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കുടിച്ച് ലെക്കും കെട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് മാർച്ച്. ഈ പാർട്ടി എന്ന് പറയുന്നത് തന്നെ പോണോഗ്രഫിയിൽ സജീവമായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ പല വൃത്തികേടുകളും കാണും. അവിടെ ഒരു അക്വേറിയം നിർമ്മിച്ച് അതിനകത്ത് മത്സ്യകന്യ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ദേ കണ്ടില്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്സൺ ഹോളിയെ കാണുന്നത്. നിന്നോടല്ലേ നിന്റെ അച്ഛൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞ്, എത്രയും വേഗം ഇവിടുന്ന് പൊക്കോണം എന്നും പറഞ്ഞ് ജാക്സൺ പോകുന്നു. എന്നാൽ ഹോളി അമീലിയനെ കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഈ കേസിലൊക്കെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ മാർച്ചിനെ പോലെ കിളി പോയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവളുമായിട്ട് ഷൂട്ട് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച്. അങ്ങനെ ഷൂട്ട് ചെയ്ത് അവസാനം നേരെ താഴോട്ടാണ് പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഈ പെണ്ണാണെങ്കിൽ കയ്യടിക്കുന്നു. ഞാനെന്താ ഇവിടെ എന്ന രീതിയിലാണ് മാർച്ച് നിൽക്കുന്നത്. ഈ സമയത്താണ് സാക്ഷാൽ അമീലിയ ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. എന്നാൽ മാർച്ചിനുണ്ടാ ബോധം. സോ ഒരു കാര്യമില്ല. അമീലിയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ മാർച്ച് ഒരു മരത്തിൻ്റെ സൈഡിലിരുന്ന് സിഗരറ്റ് വലിക്കാൻ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു ഡെഡ് ബോഡി കാണുന്നത്. അത് കണ്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ മിണ്ടാൻ കിട്ടുന്നില്ല. സൗണ്ട് തന്നെ പുറത്തേക്ക് വരുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ജാക്സൺ മാർച്ചിനെ വിളിച്ചു നോക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ജാക്സൺ എന്നങ്ങ് ഉറക്കെ വിളിക്കുകയാണ് മാർച്ച്. നീ അവിടെ എന്തെടുക്കേ, ഒന്ന് വാടോ എന്നൊക്കെയാണ് മാർച്ച് പറയുന്നത്. അങ്ങനെ ജാക്സൺ വരുന്നു. ഈ ശവം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ജാക്സൺ. ഈ മരിച്ചാളുടെ ഫേസ് ആണെങ്കിൽ ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. സോ അവൻ്റെ പേഴ്സ് ചെക്ക് ചെയ്യുന്നു. വല്ല ഐഡിയോ ലൈസൻസോ അങ്ങനെ എന്തേലും കാണും. അതിൽ നിന്ന് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, മരിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസറായ സിഡാണ്. ചുരുക്കി പറഞ്ഞ അമീലിയുമായിട്ട് ഫിലിം പിടിക്കാൻ പോയവരൊക്കെ മരിച്ചിരിക്കുകയാണ്. ആദ്യം മിസ്റ്റി, പിന്നെ മിസ്റ്റിയുടെ ബോയ് ഫ്രണ്ട്, ഇപ്പം ഇതാ പ്രൊഡ്യൂസറും. അങ്ങനെ മാർച്ച് പറയാണ്, ജാക്സ എത്രയും പെട്ടെന്ന് ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റണം. ഞാൻ ഇങ്ങോട്ട് വീണ സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവിടെ. ഇതെങ്ങാനും എൻ്റെ തലയിലായ തീർന്ന്. സോ തൽക്കാലത്തിന് ഇവർ ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം ഹോളിയാണെങ്കിൽ അമീലിയനെയും തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ അമീലിയനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങ് കൊണ്ടുപോകുന്നത്. യവന്മാർ രണ്ടും കൂടെ ബോഡിയും കൊണ്ട് ആ കുന്നിൻ്റെ മേളിൽ നിന്ന് അങ്ങ് താഴോട്ടിടുന്നു. എന്നാൽ സാധനം പോകുന്നത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലോട്ടാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഓടടാ ഓട്ടം. ഇതേ സമയം ഹോളീനെയും കൊണ്ട് ആ സ്ത്രീ പോകുന്നത് മറ്റവൻ്റെ അടുത്തോട്ടാണ്. നേരത്തെ ജാക്സനെ കൊല്ലാൻ വന്നില്ലേ, നീല പെയിൻ്റ് കൊണ്ട് പണിയിട്ടിട്ടുള്ളൊരുത്തൻ, അവൻ്റെ അടുത്തോട്ട്. അവൻ്റെ പെയിൻ്റ് ആണെങ്കിൽ ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. സോ തൽക്കാലത്തിന് ലെവനെ നീലാന്ന് വിളിക്കാം. അമീലിയനെ തിരക്കിയിട്ട് തന്നെയാണ് ഇവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവൻ്റെ കൂടെയുള്ള മറ്റവനുണ്ടല്ലോ, അവനതാ ജാക്സന്റെ മുന്നിലോട്ട് വരുന്നു. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ഈ സമയത്താണ് അമീലിയ അവളുടെ കാർ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട നീലയാണെങ്കിൽ അവളെ കൊല്ലാൻ നിൽക്കുകയാണ്. അത് കണ്ടേക്ക് ഹോളിക്ക് മനസ്സിലായി അത് തന്നെയാണ് അമീലിയാന്ന്. സോ കാറിൻ്റെ ഡോർ കൊണ്ട് അങ്ങേർക്കൊരു പണി കൊടുക്കുന്നു. എന്നിട്ട് അമീലിയോട് ഓടാൻ പറയുന്നു. പിന്നാലെ ഹോളി കൊണ്ടിട്ടാ. പിന്നെ നീല വെറുതെ ഇരിക്കോ, അവരുടെ പിന്നാലെ കാറും കൊണ്ട് അങ്ങ് പോകുന്നു. ഇതൊക്കെ കണ്ടേക്ക് മാർച്ചിൻ്റെ വിചാരം ആ കാറിൽ ഹോളി ഉണ്ട് എന്നാണ്. സോ വേറൊരുത്തൻ്റെ കാറും കൊണ്ട് അങ്ങ് പിന്നാലെ പോവുകയാണ് മാർച്ച്.
ഇതേസമയം ജാക്സനെ വെള്ളത്തിൽ മുക്കി കൊല്ലാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിധത്തിൽ അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കുന്നു, രക്ഷപ്പെടുന്നു. അപ്പോഴാണ് നീല അവരെ ഓടിക്കുന്നത് കാണുന്നത്. പിന്നെ ജാക്സൺ ഒന്നും നോക്കിയില്ല, അവരെ രക്ഷിക്കാൻ പോകുന്നു. ഈ സമയത്താണ് നീലൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി മാർച്ച് വരുന്നത്. എന്നാൽ നീല അവനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ വെടികൊള്ളുന്നില്ല. എന്നാൽ കാറിൻ്റെ കൺട്രോൾ പോകുന്നു. നീലയാണേലോ ഹോളിക്ക് പിന്നാലെ പോകുന്നു. അവർക്ക് പിന്നാലെ ജാക്സനും ഉണ്ടിട്ടാ. അങ്ങനെ ഹോളിയും അമീലയും കുടുങ്ങി. ആ ഒരു കറക്റ്റ് സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു വാൻ വന്നിട്ട് നീലേനെ അങ്ങ് ഇടിക്കുന്നത്. ഇതൊക്കെ കണ്ട അമീലിയ അവിടുന്ന് പോവാന്നാണ് പറയുന്നത്. പക്ഷെ ഹോളി കൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങേരെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമീലിയ അവിടുന്ന് ഒറ്റയ്ക്ക് പോകുന്നു. അവൾക്ക് ഇവനെ രക്ഷിക്കാനായിട്ട് ഒരു താല്പര്യമില്ല. കാരണം ഇവരാണ് സിഡിനെ കൊന്നതും മിസ്റ്റിയെ കൊന്നതും അമീലിയയുടെ ബോയ്ഫ്രണ്ടായ ഡീനിനെ കൊന്നതും. അങ്ങനെ അങ്ങോട്ട് ജാക്സൺ വരുന്നു. ഹോളി നീ ആരെങ്കിലും കിട്ടുമോ നോക്ക്, ഇവനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നും പറഞ്ഞ് ഹോളീനെ പറഞ്ഞു വിടുന്നു. ജാക്സൺ അറിയാം കാര്യങ്ങളുടെ സീരിയസ്നെസ്. അങ്ങനെ ജാക്സൺ ഗണ്ണങ്ങ് ലോഡ് ചെയ്യുന്നു. അപ്പോഴാണ് നീല കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നീ ജോൺ ബോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് അവൻ ധാരാളം കേട്ടിട്ടുണ്ടാവും. അത്രയും വലിയ മാരക പ്രൊഫഷണൽ കില്ലറാണ് ജോൺ ബോയ്. അവന്മാരവനെയാണ് ഹയർ ചെയ്തിട്ടുള്ളത്. നിന്നെയും ആ കുട്ടീനെയും അവളുടെ അച്ഛനെയും അങ്ങനെ എല്ലാത്തിനെയും തീർക്കും. ഇത് കേട്ടേക്ക് ആരും അറിയാണ്ട് നീലേനെ അങ്ങ് ഇല്ലാണ്ടാക്കുകയാണ് ജാക്സൺ. സോ ഇവരെല്ലാം ആരാണ് ഹയർ ചെയ്തതെന്നുള്ളത് ഒരു പിടുത്തമില്ല. അതേപോലെ ജോൺ ബോയ് എന്ന മാരക കില്ലറാണ് ഇവർക്ക് വേണ്ടി വരാൻ പോകുന്നത്. അങ്ങനെ പോലീസ് എത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ആ സമയത്താണ് ടാലി എന്ന് പറയുന്ന ഒരു പെണ്ണ് വരുന്നത്. ഇവളെ കണ്ടതോടുകൂടെ പോലീസുകാർ ചോദ്യം ചെയ്യലങ്ങ് അവസാനിപ്പിച്ചു. കാരണം ഇവളുടെ ബോസ് ജൂഡിത്താണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഹെഡാണ് ജൂഡിത്ത്. ചുരുക്കി പറഞ്ഞാൽ പോലീസുകാരെല്ലാം അവളുടെ കൈവെള്ളയിലാണെന്നർത്ഥം. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഇപ്പറഞ്ഞ ജൂഡിത്ത് അമീലിയയുടെ അമ്മയാണ്. അങ്ങനെ ജൂഡിത്ത് അവരെ കൊണ്ടുപോകുന്നു. ഈ ടാലീനെ കണ്ടിട്ട് അപ്പം തന്നെ ക്രഷ് അടിക്കുകയാണ് മാർച്ചിന്. അങ്ങനെ ജൂഡിത്ത് കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു. മറ്റേ കാർ കമ്പനി മൂലം നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഡിട്രോയിഡ് ഓട്ടോ മാനുഫാക്ചേഴ്സ്, അവരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജൂഡിത്ത്. പിന്നെ പോരാത്തതിന് പോണോഗ്രഫിക്കെതിരെയും അവൾ പ്രവർത്തിക്കാറുണ്ട്. എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവളുടെ ബോയ്ഫ്രണ്ട്, പ്രൊഡ്യൂസർ, മിസ്റ്റി എന്ന് വേണ്ട സകലമാന ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് അവളെടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ടവർ മാത്രം മരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എൻ്റെ മകളെ കണ്ടുപിടിക്കണം, സേഫാക്കണം. ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോണോഗ്രഫി. നിങ്ങളെ നാണം കെടുത്താനായിട്ട് അമീലി അത് ചെയ്യോ? അതിൻ്റെ ആവശ്യം എന്താ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒന്നറിയാം, അവളുടെ വിചാരം ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. ഞാൻ പോണോഗ്രഫിക്കെതിരാണല്ലോ. സോ അവൾ എന്നെ വിളിക്കാറില്ല. അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. അങ്ങനെ അവളെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് 10,000 ചെക്കാണ് എഴുതാൻ പോകുന്നത് ജൂഡിത്ത്. ഈ സമയത്ത് മാർച്ച് പറയാണ്, കണ്ടുപിടിക്കുന്നൊക്കെ ഓക്കെ, പക്ഷെ ഞങ്ങളത്ര ചീപ്പൊന്നുമില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 1,000 10,000 എഴുതാൻ പോയ ആളെ കൊണ്ട് ഒരാവശ്യമില്ലാണ്ട് 5,000 ആക്കി മാറ്റി. ഇതൊക്കെ കേട്ടിട്ട് അത്രയും പൈസ ഉണ്ടല്ലേ എന്നും പറഞ്ഞ് ഓസ്കാർ പെർഫോമൻസാണ് ജൂഡിത്ത് കാഴ്ചവെക്കുന്നത്. അങ്ങനെ പൈസയും വാങ്ങി തിരിച്ചു പോകുന്നു. മാർച്ചാണെങ്കിൽ സ്റ്റിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് സ്വന്തം വീടില്ല. ഉണ്ടായിരുന്ന വീടാണെങ്കിൽ കത്തി പോവുകയും ചെയ്തു. സോ ഒരു റീബിൽഡാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജാക്സൺ മറ്റേ പേപ്പർ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്താണെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ട്, ബർബാങ്ക് എയർപോർട്ട്, വെസ്റ്റേൺ ഫ്ലൈറ്റ് ഡി, സമയം 10:30. ഇതാണ് ആ പേപ്പറിനകത്തുള്ളത്. എന്നാൽ കുടിച്ചിലേക്ക് കേട്ട മാർച്ച് നാളെ ഉച്ചയ്ക്ക് കാണാമെന്ന് പറയുന്നു. അങ്ങനെ ജാക്സൺ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഒരു പറമ്പിലായിട്ട് ഹോളി ഒറ്റയ്ക്കിരിക്കുന്നത് കാണുന്നത്. ആ പറമ്പിലാണ് ഇവരുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ ഹോളി അവരുടെ വീടിനെക്കുറിച്ച് പറയാൻ ആരംഭിക്കുന്നു. എൻ്റെ അച്ഛന് വീടിനെക്കുറിച്ച് കൊടുക്കുമ്പോൾ ഒരു ഗിൽട്ട് ഫീലാണ്. പണ്ടമ്മ എപ്പോഴും പറഞ്ഞിരുന്നു ഗ്യാസ് ലീക്ക് ആവുന്നതിനെക്കുറിച്ച്. എന്നാൽ എൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ, സ്മെല്ല് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങേർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വീടിന് തീ പിടിക്കുന്നതും വീട് മൊത്തം നശിച്ചു പോകുന്നതും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ മറ്റൊരു കാര്യം ചോദിക്കുന്നു. ജാക്സൺ, നിങ്ങൾ ശരിക്കും നല്ലവനാണോ? ഇന്നാ നീലനെ നിങ്ങൾ എന്താ ചെയ്ത്? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങേരെ കൊന്നുകളഞ്ഞത്. പക്ഷെ ഹോളിയോട് ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഹോളി പറയാണ്, എനിക്കല്ലേലും അറിയാം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ജാക്സൺ കുറേ കാത്തിരുന്നതിന് ശേഷമാണ് മാർച്ച് കാണാൻ വരുന്നത്. സംഭവം വേറൊന്നുമില്ല, വരുന്ന വഴിക്ക് ബാറി കയറി 2 എണ്ണം അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോളിക്ക് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ ആ പേപ്പറിനകത്തുള്ള അഡ്രസ്സിലോട്ട് പോവാന്ന് പറയുന്നു ജാക്സൺ. അപ്പോഴാണ് മാർച്ച് മറ്റൊരു കാര്യം പറയുന്നത്. ഇപ്പം തന്നെ പോയാൽ അത് ശരിയാവില്ല. നമുക്ക് മാക്സിമം ആ ജൂഡിത്തിനെ പിഴിഞ്ഞെടുക്കണം. കേസ് അന്വേഷിക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതി. ഇതൊക്കെ കേട്ടേക്ക് നോ എന്നാണ് ജാക്സൺ പറയുന്നത്. അവൻ കാര്യം പറ്റിക്കാൻ യാതൊരു താല്പര്യമില്ല. ഇതിൻ്റെ ഇടയിലാണ് ഹോളി അച്ഛനോട് അങ്ങ് ചൂടാവുന്നത്. ഒന്നാമത് അച്ഛൻ്റെ ലേസിനെസ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ പോരാത്തിനൊടുക്കത്തെ കൂടി. ഇതൊന്നും പോരാണ്ട് നുണപറച്ചിൽ വേറെ. പിന്നെ ചൂടാവാണ്ടിരിക്കുമോ? ഐ ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞ് വൻ സീനാണ് അവിടെ. എന്തായാലും മാർച്ചിൻ്റെ ഈ വക തൊരടി സ്വഭാവം കാരണം അമീലിനെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാമെന്നും പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ് ജാക്സൺ. എന്നാൽ അപ്പോഴാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് മാർച്ച് ഒരു കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഡേയ്,
നിന്റെ കയ്യിലുള്ള അഡ്രസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിനക്കൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ പേപ്പറിലുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അങ്ങ് ഡീകോഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഒന്നാമത്തെ കാര്യം, അതിനകത്തുള്ള ടൈം 10:30 ഇവിടെയുള്ള മുഴുവൻ എയർപോർട്ടുകളിലും ഓവർഫ്ലൈ കാരണം 10 to 6 കർഫ്യൂ ആണ്. സോ അതൊരു ഫ്ലൈറ്റിന്റെ സമയമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അതിന്റെ മേളിലുള്ള ഡേറ്റ് യൂറോപ്യൻ സ്റ്റൈലിൽ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള ഓരോ ഷോർട്ട് ഫോമും, അതായത് ഇപ്പോൾ വെസ്റ്റേൺ ഫ്ലൈറ്റ് എന്ന് എഴുതിയിട്ടുള്ളതിന് FLT എന്നാണ് ചുരുക്കി എഴുതിയിട്ടുള്ളത്. യൂറോപ്യൻ രീതിയിൽ ഷോർട്ട് ഫോം വെച്ച് നോക്കുമ്പോൾ FLT എന്നുള്ളത് ഫ്ലാറ്റ് ആയിട്ട് മാറുന്നു. ചുരുക്കി പറഞ്ഞ ബർബാങ്ക് അപ്പാർട്ട്മെന്റ്സ് വെസ്റ്റേൺ ഫ്ലാറ്റ് റൂം നമ്പർ D. ഇത് കേട്ടേക്ക് കിളി പറന്നിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവർ നേരെ ബർബാങ്ക് അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു. ആ ഒരു സമയത്ത് തൻ്റെ അച്ഛനെ ആലോചിച്ചിട്ട് ഒരു പ്രൗഡ് മൂമെന്റ് ആണ് ഹോളിക്ക് കിട്ടുന്നത്. പക്ഷെ ഇനിയാണ് ട്വിസ്റ്റ്. സംഭവം വേറൊന്നുമില്ല, ഇപ്പറഞ്ഞ ബർബാങ്ക് അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ട് 2 വർഷമായി. എന്തൊക്കെയായിരുന്നു ഡീകോഡിങ്, തേങ്ങ മാങ്ങ ഒലക്കയുടെ മൂട്. അതെ, നമുക്കൊന്ന് എയർപോർട്ട് വരെ ഒന്ന് പോയാലോ എന്നൊക്കെയാണ് ഇപ്പം മാർച്ച് പറയുന്നത്. അങ്ങനെ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്കാണ് ബർബാങ്ക് എയർപോർട്ട് ഹോട്ടൽ കാണുന്നത്. വിച്ച് മീൻസ് എയർപോർട്ട് ഉള്ളതാണ്, യൂറോപ്യൻ രീതി ഉള്ളതാണ്. അങ്ങനെ അവിടെ ചെന്ന് അമീലിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ വെയിറ്ററിനാണെങ്കിൽ വമ്പൻ മുട. സോ 11 ഒന്നങ്ങ് കൊടുക്കുന്നു. പിന്നെ അവൻ മണി പോലെയാണ് സത്യം പറയുന്നത്. അമീലിയ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളെ മീറ്റ് ചെയ്യാനായിട്ട് ന്യൂയോർക്കിൽ നിന്ന് വേറൊരു ടീമും കൂടെ വന്നിട്ടുണ്ട്. അവർക്കാണെങ്കിൽ ഗംഭീര ബോഡി ഗാർഡ്സും ഉണ്ട്. എന്നാൽ ജോൺ ബോയ് എന്ന് പറയുന്ന ഒരാൾ അമീലിയനെ തിരക്കി കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നിരുന്നു. അതായത് നീല പറഞ്ഞ അതേ പ്രൊഫഷണൽ കില്ലർ. അമീലിയ റൂഫ് ടോപ്പിലുണ്ട് എന്നാണ് വെയിറ്റർ പറയുന്നത്. സോ അവർ നേരെ അങ്ങോട്ട് പോകുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ ചോരക്കളി മാത്രമാണ്. ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ടീംസിനെയും അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ച നമ്മളുടെ പിള്ളേര് അപ്പം തന്നെ കൂടും കുടുക്കിയിട്ട് സ്ഥലം വിടുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരാണെങ്കിൽ തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ കാറും കൊണ്ട് സേഫ് ആവുന്നു. പക്ഷെ ജാക്സൺ ആണെങ്കിൽ ഇപ്പോഴും അവളെ രക്ഷിക്കാൻ പോവാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർച്ച് നേരെ തിരിച്ചാണ് പറയുന്നത്. അങ്ങേർക്ക് ജീവനീ കൊതിയുണ്ടേ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ജോൺ ബോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അമീലിയ ഇവരുടെ കാറിന്റെ മേളിലോട്ട് അങ്ങ് ചാടുന്നത്. ചുരുക്കി പറഞ്ഞാൽ തേടിയ വള്ളി കാലി ചുറ്റി. ഇവളാണെങ്കിൽ ഇവരെ കണ്ടതും ഗണ്ണെടുത്തിട്ട് അങ്ങ് പൊട്ടിക്കുന്നു. എന്നാൽ അതിന്റെ ആഘാതത്തിൽ തെറിച്ച് വീണ് ബോധം പോകുന്നു. അങ്ങനെ അവളെയും കൊണ്ട് ഇവർ നേരെ പോകുന്നത് മാർച്ചിന്റെ വീട്ടിലോട്ടാണ്. എന്നാൽ വീടിനകത്താണെങ്കിൽ ഹോളിയുടെ ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടാ. അവളുടെ പേരാണ് ജെസീക്ക. പക്ഷെ ജെസീക്കയ്ക്ക് അറിയാം മാർച്ചിന്റെയും ഹോളിയുടെയും ലൈഫ് എന്താന്ന്. അങ്ങനെ അമീലിയക്ക് ബോധം വന്നു. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ് ഇവർക്ക് അങ്ങ് മനസ്സിലാവുന്നത്. സിനിമയുടെ ഫസ്റ്റ് സീന് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ഡിട്രോയിറ്റ് ഓട്ടോ മാനുഫാക്ചേഴ്സ്. ഈ കാറിനകത്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, കാറ്റലിക് കൺവേർട്ടർ. അത് ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. എന്നാൽ ഇതും വെച്ച് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അധികം ലാഭമൊന്നും ഉണ്ടാവില്ല. സോ അതിനകത്ത് പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ഇവർ കാറുകൾ ഇറക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ പൊല്യൂഷൻ കൂടും. അതുകൊണ്ട് തന്നെ ഇത് പക്ക ഇല്ലീഗലാണ്. എന്നാൽ അവർ ഗവൺമെന്റിന് കോടികളാണ് കൈക്കൂലി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇവളുടെ അമ്മയും പെടും. അതായത് കണ്ടുപിടിക്കാൻ പറഞ്ഞ അമ്മ തന്നെയാണ് സ്വന്തം മകളെ കൊല്ലാൻ നോക്കുന്നതും. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനാണ് അമീലിയ ഈ സിനിമ ഇറക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. എന്നാൽ സിനിമക്കകത്ത് കൈക്കൂലി വാങ്ങിച്ചതിൻ്റെ തെളിവുകൾ, ഡേറ്റുകൾ എന്ന് വേണ്ട സകലമാന സാധനമുണ്ട്. അതായത് ഈ സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കുടുങ്ങും. അതുകൊണ്ടാണ് ജൂഡിത്ത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, അഭിനയിച്ച മിസ്റ്റി അങ്ങനെ എല്ലാവരെയും കൊന്നുകളഞ്ഞത്. പിന്നെ ഇതിനകത്ത് എന്തിനാണ് ഒരു പോൺ ആക്ട്രസ് അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് പോണോഗ്രഫി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ. അല്ല, തനിക്കപ്പോൾ പത്രക്കാരോട് പറഞ്ഞൂടെ, അല്ലെങ്കിൽ പോലീസുകാരോട് പറഞ്ഞൂടെ? അതൊന്നും പറ്റൂല. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതെല്ലാം എക്സ്പോസ് ചെയ്താൽ മാത്രമാണ് അവരെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം ബാക്കിയുണ്ട്. അമീലിയനെ രക്ഷിക്കണം അല്ലെങ്കിൽ സേഫ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ജൂഡിത്ത് തന്നെയാണ്. അതേ അമ്മ തന്നെ എന്തിനാണ് ഇവളെ കൊല്ലാൻ നോക്കുന്നത്? അതിലെന്തോ ഒരു ക്ലാരിറ്റി കുറവ്. അത് ബാക്കിയുള്ളവർക്കല്ല, മാർച്ചിന് മാത്രമാണ് കേട്ടാ. ഈ ഒരു കറക്റ്റ് സമയത്താണ് ടാലി വിളിക്കുന്നത്. മാർച്ച് ജൂഡിത്ത് വിളിച്ചിരുന്നു. ഇവിടുന്ന് കുറച്ച് ക്യാഷ് അവളുടെ കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കണം, അതും $1,00,000. അവൾക്ക് എന്തിനാ ഇത്രയും ക്യാഷ്? അതൊന്നും എനിക്കറിയില്ല. അവൾ എന്തോ ഉടായ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടേക്ക് മണ്ടനാണെങ്കിൽ ഒന്നും ആലോചിക്കാണ്ട് അമീലിയയുടെ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങേർക്ക് ഓൾറെഡി ടാലിയുടെ മേളിൽ കണ്ണുണ്ടല്ലോ. സോ അങ്ങേർക്ക് അത്രയും വിശ്വാസമാണ് അവളെ. അങ്ങനെ അവളെ കാണാൻ പോകുന്നു, ജൂഡിത്തിനുള്ള പൈസ കൊടുക്കാൻ. അങ്ങനെ പണമടങ്ങുന്ന ബ്രീഫ് കേസ് അങ്ങ് കൈമാറുന്നു, പോകുന്നു. എന്നാൽ മാർച്ചാണെങ്കിൽ വയർ നിറച്ചു കുടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഡ്രമ്മിന്റെ മേളിലാണ് ഇടിക്കുന്നത്. എന്നാൽ ഇടിച്ചാഘാതത്തിൽ ആ ബ്രീഫ് കേസ് അങ്ങ് തുറക്കുന്നു. അതിനകത്ത് പൈസയില്ല, ഒരു തേങ്ങയില്ല, ജസ്റ്റ് കടലാസ് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ മാർച്ചിന്റെ വീട്ടിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി ടാലി കളിച്ചൊരു കളിയാണിത്. വിച്ച് മീൻസ് സാക്ഷാൽ ജോൺ ബോയ് മാർച്ചിന്റെ വീട്ടിലുണ്ടെന്നർത്ഥം. ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിലോട്ട് പോകുന്നു. ജോൺ ബോയ് ആണെങ്കിൽ അമീലിയുടെ ഫാമിലി ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നാൽ ഹോളി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിന്റെ മകളാണ്. ഒരു മനുഷ്യൻ നുണ പറയുമ്പോൾ അവൾക്കത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. സോ ഗണ്ണെടുക്കുന്നു. പക്ഷെ അതൊന്നും ജോൺ ബോയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. അവൻ വന്നിട്ട് ജെസിക്കാനെ പിടിച്ച് അങ്ങ് എറിയാണ്.
ആ ഒരു കറക്റ്റ് സമയത്താണ് മാർച്ചും ജാക്സണും വീട്ടിലെത്തുന്നത്. എന്നാൽ ജോൺ ബോയ് ഡിക്കിന്ന് മാരക ഗൺസ് കൊടുത്ത് പടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഉപകാരമില്ല. അങ്ങനെ ഒരു വിധത്തിലാണ് മാർച്ച് ജെസിക്കേനെയും കൊണ്ട് അകത്ത് കിടക്കുന്നത്. അകത്ത് കിടക്കാന്ന് മാത്രമല്ല, അമീലിയനെയും ഹോളിനെയും ജെസിക്കേനെയും സേഫ് ആക്കുന്നു. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമീലിയ ഈ ഒരു തക്കം നോക്കി നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവുന്നത്. പുറത്താണെങ്കിൽ വമ്പം വെടിവെപ്പാണ്. ഷൂട്ട് ചെയ്ത് അവിടുത്തെ തെങ്ങടക്കം മറിച്ചിടുന്നു, വീടിൻ്റെ മുകളിലോട്ടും വീഴുന്നു. ഇത് കണ്ടേക്ക് വേഗം തന്നെ വീടിനകത്ത് കയറി സേഫ് ആവാണ് ജാക്സൺ. പക്ഷെ അങ്ങരുടെ തോക്കിനകത്ത് ഉണ്ടയില്ല. സോ മാർച്ചിനോട് ഗണ്ണ് കൊടുക്കാൻ പറയുന്നു. ഇവനാണെങ്കിൽ മാസമായിട്ട് ഗണ്ണങ്ങ് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ സാധനം അപ്പുറത്തെ പറമ്പിലോട്ടാണ് പോകുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് പോലീസ് എത്തുന്നത്. പിന്നെ ജോൺ ബോയ് ഒന്നും നോക്കിയില്ല, അവിടുന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറയുന്നത് പോലെ അവൻ്റെ കാറിനാണ് അമീലിയ ലിഫ്റ്റ് കാണിക്കുന്നത്. ഇത്രയും നല്ല ചാൻസ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? സോ ഒരൊറ്റ വെടി അമീലിയ മരിച്ചു. അങ്ങനെ പോലീസ് എത്തി ചോദ്യം ചെയ്തു. ഇവർക്കറിയാവുന്ന സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷെ ജൂഡിത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്ര തെളിവൊന്നുമില്ല. ആകെക്കൂടി ഉണ്ടായിരുന്ന അമീലിയ മാത്രമാണ്. ആ പ്രതീക്ഷ ഇല്ലാണ്ടായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു. വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ പറയാണ്ടിരിക്കുകയാണ് നല്ലത്. ഓൾറെഡി റെൻ്റലാണ് വീട്, അതും കൂടി ഇല്ലാണ്ടായി. അങ്ങനെ ഈ സമയത്താണ് ലില്ലി അങ്ങോട്ട് വരുന്നത്. എടോ, താനെന്താ കേസ് അന്വേഷിക്കാത്തത്? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ മിസ്റ്റിയെ ഞാൻ കണ്ടു എന്നുള്ളത്, അതും പിൻ സ്ട്രിപ്പ് ജാക്കറ്റിൽ. അപ്പോഴാണ് സിഡിൻ്റെ പാർട്ടിയിൽ വെച്ച് കണ്ട ജാക്കറ്റ് ജാക്സൺ അങ്ങ് ഓർമ്മ വരുന്നത്. അതേ സെയിം ജാക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അതും മിസ്റ്റിയുടെ പേരിലാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് മാർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് കണക്റ്റ് ആവുന്നത്. ആ റൂം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വാർഡ്രോബായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നേരെ മിസ്റ്റിയുടെ വീട്ടിലോട്ട് പോകുന്നു. ലില്ലി പറയുന്ന അനുസരിച്ച് വിൻഡോയുടെ സൈഡിൽ ഒരു ഡെസ്കിൻ്റെ മുകളിൽ എഴുതുന്ന മിസ്റ്റിനെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഡെസ്ക് ഇല്ല, പക്ഷെ ഒരു പ്രൊജക്ടർ ഉണ്ട്. സിനിമയിൽ യൂസ് ചെയ്ത അതേ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ലില്ലി അവളെ കാണണമെന്നുണ്ടെങ്കിൽ ലില്ലി കണ്ടത് അവരെടുത്തു വെച്ചിട്ടുള്ള സിനിമയായിരുന്നു. അമീലിയുടെ ബോയ് ഫ്രണ്ടാണ് ഡയറക്ടർ. സോ അങ്ങേരെ താവും ഫിലിം ഉണ്ടാവുക. എന്നാൽ വീടടക്കം കത്തി നശിച്ചപ്പോൾ ആ ഫിലിമും കത്തി പോയിട്ടുണ്ടാവും. എന്നാൽ അതിനൊരു സെക്കൻഡ് കോപ്പി ഉണ്ട്. ആ കോപ്പി മിസ്റ്റിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് മിസ്റ്റിയെ അവർ കൊന്നുകളഞ്ഞ്. ആ സെക്കൻഡ് പ്രിന്റ് സേഫ് ആക്കാനാണ് അമീലിയ മിസ്റ്റിയുടെ വീട്ടിലോട്ട് വന്നതും പ്രൊജക്ടറിലിട്ട് കണ്ടു നോക്കിയതും. അങ്ങനെ നോക്കുന്ന സമയത്താണ് ലില്ലി മിസ്റ്റിയെ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് സിനിമയിലാണെന്ന് മാത്രം. സോ അമീലിയ ആ സെക്കൻഡ് പ്രിന്റുമായിട്ട് സ്ഥലം വിട്ടു. അതും നേരെ ബർബാങ്ക് അപ്പാർട്ട്മെന്റിലോട്ട്. കാരണം അവിടെ വെച്ചൊരു ന്യൂയോർക്ക് ടീം അവളെ കാണാൻ വന്നിട്ടുണ്ട്. അവർ മിക്കവാറും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. അവരുണ്ടെങ്കിൽ മാത്രമല്ലേ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അവരെ കൊല്ലുന്നതാണ് ആ സമയത്ത് മാർച്ചും ജാക്സണും കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫിലിം ആരേത്താവും. അപ്പോഴാണ് ഇവർക്കൊരു പേപ്പർ കിട്ടുന്നത്. അതിനകത്ത് നമ്മളുടെ ചെറ്റ് ഉണ്ടല്ലോ, അവൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൈൻ ചെയ്ത പേപ്പർ ഇന്നത്തെ ഡിട്രോയിഡ് ഓട്ടോ ഷോക്കുള്ള ഇൻവിറ്റേഷനാണ്. ചെറ്റാണെങ്കിൽ ഒരു പ്രൊജക്ഷനിസ്റ്റാണ്. ഇപ്പറഞ്ഞ ഓട്ടോ ഷോക്ക് ധാരാളം മീഡിയാസും ഉണ്ടാവും, പിന്നെ പോരാത്തതിന് ഹയർ ഒഫീഷ്യൽസും ഉണ്ടാവും. അവിടുത്തെ പ്രൊജക്ടറിലിട്ട് ഈ സിനിമ അങ്ങ് കാണിച്ചു കൊടുത്താൽ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതാണ് അമീലിയുടെ പ്ലാൻ. പിന്നെ ഇവരൊന്നും നോക്കിയില്ല. ജോൺ ബോയ് ഫിലിം കണ്ടെത്തുന്നതിന് മുമ്പ് നേരെ ഓട്ടോ ഷോക്ക് പോകുന്നു. എന്നിട്ട് പ്രൊജക്ടർ റൂമിനകത്തോട്ട് കയറുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ ഒരു തേങ്ങയില്ല. എന്നാൽ ഈ സമയത്താണ് ടാലി അങ്ങോട്ട് ഗണ്ണും കൊണ്ടുവരുന്നത് ഫിലിം എടുക്കാനായിട്ട്. ഇത് കണ്ടേക്ക് ഹോളി അവളുടെ മുഖത്തോട്ട് കോഫി അങ്ങ് ഒഴിക്കുന്നു. പക്ഷെ ഒരു കാര്യമില്ല, ചൂട് കോഫിയാണെന്നും കരുതിയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നാൽ സാധനം കോൾഡ് കോഫി ആയിരുന്നു. അപ്പോഴാണ് പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ആ കോഫിയിൽ കാലും തെറ്റി തെന്നി വീഴുന്നത്. അതോടുകൂടെ അവളുടെ ബോധം പോയി. അങ്ങനെ അവർ ചെറ്റിനെ കണ്ടെത്താനായി സ്പ്ലിറ്റ് ആവുന്നു. എന്നാൽ ചെറ്റിനെ കിട്ടി, അവർക്കല്ല ജോൺ ബോയ്ക്ക്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. ജാക്സൺ ഒരു വിധത്തിൽ ചെറ്റിനെ കണ്ടുപിടിച്ചു. എന്നാൽ ജോൺ ബോയ് അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കിയിട്ടുണ്ടവനെ. അത് മാത്രമല്ല, ആ ഫിലിം എവിടെയാണെന്ന് അങ്ങേര് കണ്ടുപിടിച്ചു. അങ്ങനെ ചെറ്റ് ജാക്സനോടും പറയുന്നു ഫിലിം എവിടെയാണെന്ന്. സംഗതി പ്രൊജക്ടറിന്റെ അകത്ത് തന്നെയുണ്ട്. എന്നാൽ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫിലിം വെച്ചിട്ടുള്ളത്. സോ ഡിട്രോയിഡ് ഓട്ടോ ഷോയിലെ വീഡിയോ പ്ലേ ആവുമ്പോൾ അതിൻ്റെ ഇടക്ക് കയറി വരും ഇവരുടെ സിനിമ. അങ്ങനെ ഇക്കാര്യം ജോൺ ബോയ് നീലയുടെ കൂടെ ഉണ്ടായിരുന്നവനെ അറിയിക്കുന്നു. അതാണെങ്കിൽ കറക്റ്റായിട്ട് ഹോളി കേൾക്കുകയും ചെയ്തു. ഹോളിയുടെ എക്സ്പ്രഷൻ കണ്ടേക്ക് ഇങ്ങേർക്ക് കാര്യം പിടികിട്ടി. അപ്പോഴാണ് ആ ഫിലിം അങ്ങ് പ്ലേ ആവുന്നത്. അത് മാത്രമല്ല, ഹോളിനെയും കൊണ്ട് നേരെ പോകുന്നത് മാർച്ചിൻ്റെ അടുത്തോട്ടാണ്. അങ്ങേരവിടെയും കുടിച്ചില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അത് വെറും ആക്ടിങ് മാത്രമായിരുന്നു. അവൻ ഗണ്ണെടുത്ത് പടപടാന്ന് പൊട്ടിക്കുകയാണ്. സോ അങ്ങേര് താഴോട്ട് പോകുന്നു. പക്ഷെ പോകുന്നത് ഒറ്റയ്ക്കല്ല, ഹോളിനെയും കൊണ്ടാണ്. ഇത് കണ്ടേക്ക് മാർച്ച് ഹോളിനെ അങ്ങ് രക്ഷിക്കുന്നു. പകരം താഴോട്ട് അവനാണ് പോകുന്നത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് മാർച്ച് മാത്രം പൂളിലോട്ടാണ് വീഴുന്നത്. ഇതിൻ്റെ ഇടയിൽ ജോൺ ബോയ് ആണെങ്കിൽ ആ ഫിലിമിന് വേണ്ടി വലിയൊരു കെയോസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ടാലി ആരും അറിയാണ്ട് പ്രൊജക്ടറിൽ നിന്ന് ഫിലിം എടുക്കുന്നത്. എന്നാൽ അങ്ങോട്ടതാ ഹോളി വരുന്നു എന്ന് മാത്രമല്ല, ആ ഫിലിം അങ്ങ് കൈക്കലാക്കുന്നു, താഴോട്ട് എറിയുന്നു. പിന്നെ അവിടെ ഫിലിമിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇതിൻ്റെ ഇടയിൽ ഡിട്രോയിഡിൻ്റെ ആൾക്കാർ വേറെയുണ്ട്. അങ്ങനെ ജാക്സണും ജോൺ ബോയും കൂടെ ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ ജാക്സൺ അവനെ കൊല്ലാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഹോളി അങ്ങോട്ട് വരുന്നത്. ആരുടെയും ജീവൻ എടുക്കുന്നത് ഹോളിക്ക് ഇഷ്ടമില്ല. ജാക്സൺ അയാളെ എങ്ങാനും കൊന്നുകളഞ്ഞ പിന്നെ ഞാൻ ഒരിക്കലും മിണ്ടാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ടാ ജാക്സൺ അത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സോ അവൻ ജോൺ ബോയുടെ ബോധം മാത്രമേ കളയുന്നുള്ളൂ. അത് മാത്രമല്ല, അവർ ആ ഫിലിം അങ്ങ് കൈക്കലാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു.
ആ സമയത്ത് അവരുടെ 3 പേരുടെ മുഖത്തൊരു ചിരിയുണ്ട്. അതാണ് ഹൈലൈറ്റ്. അങ്ങനെ ജൂഡിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവൾ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മകളെ കൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റിലില്ലാത്ത കാര്യമായിരുന്നു. അവൾ മരിക്കാൻ കാരണം ഡിട്രോയിഡാണ്. എന്നെ ജയിലിലാക്കിയോണ്ട് ഒരു കാര്യമില്ല. അവരിനിയും ഇത് തന്നെ തുടരും. ഇത് കേട്ടേക്ക് നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഒരൊറ്റ കാര്യമാണ് തിരിച്ചു പറയുന്നത്. നമുക്ക് കാണാം. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. മാർച്ച് ആണെങ്കിൽ പുതിയ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാക്സന്റെയും മാർച്ചിന്റെയും ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റേഴ്സ്, വിച്ച് മീൻസ് അവരിനി അങ്ങോട്ട് ഒരുമിച്ചായിരിക്കും കേസ് അന്വേഷിക്കുക. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.